നമുക്ക് ആദ്യം തന്നെ ജയശങ്കർ വക്കീലിൻ്റെ അഭിമുഖത്തിലെ ഒരു ഭാഗം കാണാം. നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗത്തിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ഇതതിൻ്റെ രണ്ടാം ഭാഗമാണ്. അത് കണ്ടിട്ട് എൻ്റെ ചിന്തകളും ചില കണക്കുകളും പങ്കുവെക്കാം. ദേ കേട്ടോളൂ. ഞാനിത് പറയാം. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ വേറൊരു കാര്യം. ഇപ്പം എൻ്റെ വീട് ആലുവയിലാണ്. ആലുവ അസംബ്ലി മണ്ഡലത്തിൽ ഒരു വോട്ടറാണ് ഞാൻ. എൻ്റെ ചങ്ങമനാട് പഞ്ചായത്താണ്. ആലുവ അസംബ്ലി മണ്ഡലം എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ ആലുവ മണ്ഡലമല്ല, പുനർവിഭജനത്തിന് ശേഷം ആലുവയുടെ ഈ ടോപ്പോഗ്രാഫി മാറിയിട്ട് മുമ്പ് ആലുവ പുഴയുടെ തെക്ക് ഭാഗത്ത് ഉള്ള പ്രദേശങ്ങൾ മാത്രമേ ആലുവ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആലുവ മുനിസിപ്പാലിറ്റി, അതിൻ്റെ അപ്പുറത്ത് എടത്തല പഞ്ചായത്ത്, ചൂർണിക്കര പഞ്ചായത്ത്, കീഴ്മാട് പഞ്ചായത്ത്, പിന്നെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി, ഏലൂർ മുനിസിപ്പാലിറ്റി. ഇതായിരുന്നു പഴയ ആലുവ. ഇപ്പോഴത്തെ ആലുവ അങ്ങനെയല്ല. ആലുവ മുനിസിപ്പാലിറ്റി, എടത്തല, ചൂർണിക്കര, കീഴ്മാട് 3 പഞ്ചായത്തുകൾ. ഇത് ആലുവ പുഴയുടെ തെക്ക് ഭാഗത്തും. പണ്ട് വടക്കേക്കര നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്ന ഞങ്ങൾ ചെങ്ങമനാട് പഞ്ചായത്ത്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, പിന്നെ നേരത്തെ അങ്കമാലി മണ്ഡലത്തിലായിരുന്ന കാഞ്ഞൂർ പഞ്ചായത്ത്, ശ്രീപൂരാരം പഞ്ചായത്ത്. ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി 7 പഞ്ചായത്തുകളുള്ള ഒരു പ്രദേശമാണ് ആലുവ അസംബ്ലി മണ്ഡലം. ഈ ആലുവ അസംബ്ലി മണ്ഡലത്തിൽ ഹിന്ദു വിഭാഗത്തിൽ, അതായത് ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം. 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭൂരിപക്ഷ സമുദായക്കാരാണുള്ളത്. അതിന്റെ പുറകെ ചില പ്രത്യേക ഏരിയയിൽ, ഉദാഹരണത്തിന് എടത്തല പഞ്ചായത്ത് ഗണ്യമായിട്ട് മുസ്ലിം ജനസംഖ്യ ഉള്ളതാണ്. അതിനോട് ചേർത്ത് കിടക്കുന്ന കീഴ്മാട് പഞ്ചായത്തിലും മുസ്ലിം ഭൂരിപക്ഷമല്ല, അവർ സാമാന്യമായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചെങ്ങമനാട് പഞ്ചായത്തിൽ വളരെയധികം ഇല്ല, എന്നാലും ഉണ്ട്. ശ്രീപൂരാരം പഞ്ചായത്തിലുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആലുവ മുനിസിപ്പാലിറ്റി, അവിടെ ഭൂരിപക്ഷമില്ല. പിന്നെ കാഞ്ഞൂർ പഞ്ചായത്തിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലുണ്ട്. മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളുള്ളത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഴുവൻ സ്ഥലത്തും UDF ജയിക്കുകയാണ്. ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കും. മറ്റു സ്ഥലങ്ങളിലൊക്കെ UDF ആയിട്ട് മത്സരിച്ച് ജയിക്കും. ഇപ്പം കാണുന്ന കാഴ്ച എന്നറിയുമോ? മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും വൈസ് ചെയർമാനും ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഒന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷം, മറ്റൊരു മുസ്ലിം ന്യൂനപക്ഷം. എടത്തല പഞ്ചായത്ത്, ചൂർണിക്കര പഞ്ചായത്ത്, അതുപോലെ കീഴ്മാട് പഞ്ചായത്ത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചെങ്ങമനാട് പഞ്ചായത്ത്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, കാഞ്ഞൂർ പഞ്ചായത്ത്, ശ്രീപൂരാരം പഞ്ചായത്ത്, എല്ലാ സ്ഥലത്തും ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒറ്റ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. കാരണം എടത്തല പഞ്ചായത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എടത്തല പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനുമാണ്. മുസ്ലിങ്ങൾ കുറച്ച് അധികമുള്ള സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ മുസ്ലിം ലീഗ് 5 സ്ഥാനാർത്ഥികളെ മത്സരിച്ചു കോടിച്ചിഹ്നത്തിൽ. 5-ൽ 4 പേര് തോറ്റുപോയി. അവസാനം ഈ വനിതാ വാർഡിൽ, അത് പട്ടികജാതിക്കാർക്ക് സംവരണം സീറ്റാന്നു, മുസ്ലിം ലീഗിന്റെ പട്ടികജാതിക്കാരിയായ ഒരു സ്ത്രീ ജയിച്ചു. അവരെ വൈസ് പ്രസിഡന്റ് ആക്കി. അങ്ങനെ ഈ എടത്തല പഞ്ചായത്തിലെ പട്ടികജാതിക്കാരിയായ മുസ്ലിം ലീഗുകാരിയായ ഒരു സ്ത്രീ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും എന്ത് സംഭവിച്ചു? എല്ലാ ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഇനി വെള്ളാപ്പള്ളി പ്രാവശ്യം പറഞ്ഞാണോ തെറ്റ്? ഇത് കേൾക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ സ്വർണം വെച്ചേക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ സ്വർണം മാത്രമേ കാണൂ. പാവാട വെച്ചേക്കുന്ന അലിമാരിയുടെ റാക്കിൽ നോക്കിയാൽ പാവാടകൾ മാത്രമേ കാണൂ. ചെരുപ്പ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ പോയി നോക്കിയാൽ ചെരുപ്പ് മാത്രമേ കാണൂ. അതുകൊണ്ട് ഈ വീട് മുഴുവൻ ചെരുപ്പാണെന്നും ഈ വീട് മുഴുവൻ പാവാടയാണെന്നും ഈ വീട് മുഴുവൻ സ്വർണ്ണമാണെന്നും ആരെങ്കിലും പറയുമോ? പറയത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം അതൊരു സെലക്റ്റീവ് ലുക്കാണെന്ന് നമുക്കറിയാം. ഒരു സെലക്റ്റീവ് ഒബ്സർവേഷനാണ്. വളരെ കൗശലപൂർവ്വം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു വിദ്വേഷമാണെങ്കിൽ ആ വിദ്വേഷം കൊണ്ട് അതിനെ പമ്പ് ചെയ്ത് വിഷകരമാക്കാൻ പറ്റിയ സംഗതി എവിടെയാണെന്ന് നോക്കി ആ കിട്ടുന്ന സ്ഥലം വെച്ച് താങ്ങുക എന്ന് പറയുന്ന ഒരു അനാലിസിസ് ഉണ്ടല്ലോ. ആ അനാലിസിസിൻ്റെ ഒരു പാറ്റേണാണ് ബഹുമാന്യനായ നമ്മുടെ ജയശങ്കർ വക്കീൽ ആലുവ മണ്ഡലത്തിലെ വോട്ടർ വളരെ നിരുപാധികവും നിസ്സഹായവും നിഷ്കളങ്കവുമായി ഈ ചാനലിൽ ചെയ്തത്. അത് കേരളാമൂതി ആയതുകൊണ്ട് അദ്ദേഹം ന്യൂനപക്ഷത്തെ പൊതുവിലെടുത്തു. എന്നാൽ അത് മനോരമയോ വേറെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ചാനലോ ആയിരുന്നെങ്കിൽ അദ്ദേഹം നേരെ ഇതിൽ മുസ്ലിമിലേക്ക് പിടിച്ചേനെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സംഗതികളെയും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഘടകങ്ങളിലൊന്നും ഇത് നമ്മൾ തേടാറില്ല, പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. ചിലപ്പോൾ നമ്മളതിൻ്റെ ഒരു സാമൂഹിക ഘടനയൊക്കെ നോക്കും, ചിലപ്പോൾ ഒട്ടും നോക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വരും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ആലുവയിൽ തന്നെ മനോഹരമായി പറയാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന്, ഈ പറഞ്ഞ കണക്കിൽ ഒരു 10% കൂടുതലാണ്. 40% ഹിന്ദുക്കളാണ്. ഏതാണ്ട് 35% ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഉണ്ട്. ഏതാണ്ട് 15 മുതൽ 18-20% മുസ്ലിംസ് ഉണ്ട്.
അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ന്യൂനപക്ഷം എന്ന് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം വെച്ച് ന്യൂനപക്ഷത്തിനാണ് ഭൂരിപക്ഷം. പിന്നെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആക്കി കൂട്ടിയാൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്കാണ് അവിടെ ഭൂരിപക്ഷമുള്ളത്. പക്ഷേ ജയശങ്കർ വക്കീലിന് അറിയാവുന്നൊരു കാര്യം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പോസ്റ്റ് പോൾ അനാലിസിസ് ഡേറ്റ വ്യാപകമായി വന്നിരുന്നു. അതിൽ കേട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 75% പേരും വോട്ട് ചെയ്തത് UDFനാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ 65-70% പേരും വോട്ട് ചെയ്തത് UDFനാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വെറും 29% വോട്ടാണ്, അല്ലെങ്കിൽ 25% UDFന് കിട്ടിയത്. ഇത് വോട്ടിംഗ് പാറ്റേൺ ആണ് പറഞ്ഞത്. ഇതൊന്നും ഒരു ഘടകമല്ല. ഇപ്പോൾ അദ്ദേഹം ആലുവയിലിരുന്നു കൊണ്ട് പാർലമെൻറ്റിലേക്ക് നോക്കി BJPയിൽ ഒരു മുസ്ലിം മന്ത്രിയുണ്ടോ, ഒരു മുസ്ലിം MP ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹം വേറൊരു ന്യായം പറയും. അപ്പോഴത്തേക്ക് ഈ സാധനം അങ്ങ് മാറ്റും. നമ്മളില്ല ചിലപ്പോൾ ഈ മിക്സിയിലൊക്കെ നമ്മൾ വ്യത്യസ്ത തരം ബ്ലേഡ് ഇടുമല്ലോ, അതുപോലെ അപ്പോൾ അദ്ദേഹം വേറൊരു ബ്ലേഡ് എടുക്കും. ഇപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന ബ്ലേഡ് വെച്ചാണ് ഈ കണക്കുകൂട്ടൽ നടത്തിയത്. അപ്പോൾ ആലുവ മണ്ഡലത്തിൽ അദ്ദേഹം തിരിച്ചതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിനാണോ ഭൂരിപക്ഷം, ഹിന്ദു വിഭാഗത്തിനാണോ എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ വിഭാഗത്തിനാണ്. ഇനി വോട്ട് ചെയ്തതിൻ്റെ പാറ്റേൺ വെച്ചിട്ട് ന്യൂനപക്ഷ വിഭാഗമാണോ വ്യാപകമായി എല്ലാ സ്ഥലത്തും ഈ പറയുന്ന UDFനെ സഹായിച്ചതെന്ന് ചോദിച്ചാൽ അതും വാസ്തവമാണ്. ഇനി ഇതെല്ലാം കൂടാതെ വളരെ ഹൈലൈറ്റായിട്ട് പറയാവുന്നൊരു കാര്യമാണ്, മുസ്ലിം ലീഗ് ഇത്തവണ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം ലീഗ് ഈ ചില സംവരണ സീറ്റുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവരങ്ങ് ഒഴിയാറാണ് പതിവ്. പക്ഷേ ഇത്തവണ അവരത്തരം സീറ്റുകൾ എടുക്കുകയും ജനറൽ സീറ്റുകളിൽ അതുപോലെയുള്ള ആളുകൾക്ക് അവസരം നൽകുകയും ചെയ്തു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിനൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ അത് കേരളകൗമുദിയിൽ ചെയ്യാനൊക്കില്ല. അതെപ്പോഴെങ്കിലും ഇനിയൊരു ലീഗിൻ്റെ വേദിയിൽ അദ്ദേഹം ഈ കാര്യം പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മലപ്പുറത്ത് സ്മിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ ജനറൽ സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ചതും, പിന്നെ അതിനുശേഷം ജനറൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയതുമൊക്കെ അവിടെ പറയും. അപ്പോഴും എന്തു ചെയ്യും, അതിൻ്റെ അനുയായികൾ റീലെടുത്ത് നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. പക്ഷേ ഇവിടെ അദ്ദേഹം അത് പറഞ്ഞില്ല. ഇടത്തലയിലും അങ്ങനൊരു സംഭവമുണ്ട്. ഇടത്തലയിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ, ഞാനത് അന്വേഷിച്ചില്ല, 5 മത്സരിച്ചതിൽ 4 തോറ്റു. ഒരിടത്ത് പട്ടികജാതി സംവരണത്തിലൊരു വനിത ജയിച്ചു. പട്ടികജാതി വൈസ് പ്രസിഡൻ്റായി ലീഗിൻ്റെ വനിത വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ UDFകാർക്കോ മുസ്ലിം ലീഗുകാർക്കോ മുസ്ലിം സ്നേഹം മാത്രമാണുള്ളതെങ്കിൽ ആ പോസ്റ്റ് ചോദിക്കാതെ അങ്ങ് വിട്ടാൽ മതിയല്ലോ. വൈസ് പ്രസിഡന്റ് ആർക്കെങ്കിലും കൊടുത്തോ എന്ന് കോൺഗ്രസിനോട് പറഞ്ഞാൽ, എന്നാൽ അതും ഒരു ന്യൂനപക്ഷം വന്നോട്ടെ എന്നവർ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെയല്ല, അവർ തങ്ങളുടെ പാർട്ടിയിൽ ജയിച്ച ആൾ ഈ പറയുന്ന പട്ടികജാതിയാണെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സംഗതികളെല്ലാം അവിടെയുണ്ട്. ഇനി അതെല്ലാം പോട്ടെ, അദ്ദേഹം ഇത് ആലുവയല്ലേ കണ്ടത്. ജയശങ്കറിനെ പോലെ ഒരാൾ, അങ്ങ് ആഗോളതലത്തിൽ കാര്യങ്ങളെ കാണുന്ന ഒരാൾ, ട്രംപിനെയും യൂസുഫ് അലിയെയും ഒക്കെ അംഗീകരിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ, വിസ്മയങ്ങൾ കണ്ട് താലിബാനെയൊക്കെ സഹിതം ചിന്തിക്കുന്ന ഒരാൾ കുറഞ്ഞ പക്ഷം ചിന്തിക്കുമ്പോൾ ആൾക്കേരള അടിസ്ഥാനത്തിൽ ഒരു ചിന്ത വെക്കേണ്ടത് ആവശ്യമല്ലേ? അതുകൊണ്ട് ഞാൻ കണ്ട കേരളം, ഞാൻ ജീവിക്കുന്ന കരുനാഗപ്പള്ളി, എനിക്കറിയാവുന്ന ചവറ, എൻ്റെ അപ്പുറത്തുള്ള കായംകുളം, ഈ മണ്ഡലങ്ങളുടെയൊക്കെ ഒരു സ്ഥിതിവിശേഷം ഒന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. എൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്. CR മഹേഷാണ് ഇവിടുത്തെ MLA. വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും അല്ലാത്ത പക്ഷവും എല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഇപ്പോഴും അദ്ദേഹം ജനകീയനാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ആ നയിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആകെയുള്ള മുനിസിപ്പാലിറ്റി കരുനാഗപ്പള്ളി മാത്രമാണ്. പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ തൊടിയൂരുണ്ട്, തഴവയുണ്ട്, കല്ലേലി ഭാഗമുണ്ട്, കുലശേഖരപുരമുണ്ട്, ക്ലാപ്പനയുണ്ട്, ഓച്ചറയുണ്ട്. ഇത്രയും പഞ്ചായത്തുകളുണ്ട്. ഞാൻ എല്ലാം എണ്ണിയെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും പഞ്ചായത്തുകളുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം എന്ന് വെച്ചാൽ ചിലപ്പോൾ പാവുമ്പയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വളരെ ഗണ്യമായ ഒരു മുസ്ലിം പോപ്പുലേഷനുണ്ട്. ഏതാണ്ട് ഒരു 10, 25, 30, 35% വരെ വരത്തക്ക പോലെയുള്ള മുസ്ലിം വോളിയം പോപ്പുലേഷനുണ്ട്. അവരിൽ 90% വോട്ട് ചെയ്തത് UDFനാണ്. ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ മഹാഭൂരിപക്ഷം അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി. 4-5% വരുള്ളൂ ക്രൈസ്തവ സമൂഹം, വളരെ കുറവാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷേ ഈ മണ്ഡലത്തിൽ ഒരൊറ്റ മുനിസിപ്പൽ ചെയർമാനോ ഒരൊറ്റ പ്രസിഡൻറ്റുമാരോ മുസ്ലിമില്ല. ജയശങ്കർ പറഞ്ഞതുപോലെ ആണെങ്കിൽ എല്ലായിടവും ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. വേണമെങ്കിൽ ഓച്ചറ പഞ്ചായത്തിൽ ഒരു ടേം വ്യവസ്ഥയിൽ ഒരു വൈസ് പ്രസിഡൻ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത്
അങ്ങനെ മാത്രമാണുള്ളത്? അങ്ങനെ മാത്രമേ ഉള്ളൂ? അതെന്തെങ്കിലും രാഷ്ട്രീയ മത വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്തതാണോ? ഇവിടെ എല്ലാ പഞ്ചായത്തും യു ഡി എഫിന് കിട്ടിയില്ല. യു ഡി എഫിന് കിട്ടിയത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി, അതുപോലെ പിന്നെ ഓച്ചറ പഞ്ചായത്ത്, കുലശേഖരപുരം പഞ്ചായത്ത്, ക്ലാപ്പന പഞ്ചായത്ത്, ഇത്രയും പഞ്ചായത്തേ കിട്ടിയുള്ളൂ. എൽ ഡി എഫിന് കിട്ടിയത് തഴവ കിട്ടി, തൊടിയൂര് കിട്ടി, ആലപ്പാട് കിട്ടി. ആലപ്പാട് ഞാൻ നേരത്തെ എണ്ണിയില്ല, ആലപ്പാട് പഞ്ചായത്ത് കിട്ടി. ഇവിടെ എല്ലാം പ്രസിഡൻ്റുമാർ നയിക്കുന്നവർ എല്ലാവരും നോൺ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. എല്ലാവരും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആളുകളാണ്. എന്ന് വിചാരിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ കരുനാഗപ്പള്ളി വന്നതെന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മറുവശത്താരും പറയാനില്ലല്ലോ. അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതിലൊരു തെറ്റുമില്ല. ജയശങ്കർ വക്കീൽ പിന്നെ പറഞ്ഞത് മുഴുവൻ തെറ്റുമാണ്. എന്നാൽ ആലുവയിൽ നിന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹം ആ സംഗതി കണ്ടത്. ഇനി അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അദ്ദേഹം അവസാനം ചോദിക്കുന്നത്, ഇങ്ങനെ ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിലെ മൊത്തം കാര്യമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തിനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ജയശങ്കർ താരതമ്യം ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയെ നോക്കൂ എന്ന് പറയണ്ടേ? എന്നിട്ട് പറയണ്ടേ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് പ്രതിപക്ഷമില്ലാതെ അധികാരത്തിൽ വന്നു. ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രസിഡൻ്റാക്കി, അതിനുശേഷം വൈസ് പ്രസിഡൻ്റാക്കിയത് വേണമെങ്കിൽ അവർക്ക് അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പ്രഗത്ഭന്മാരും പ്രഗത്ഭമതികളുമായ ആളുകളുണ്ടായിട്ടും അവരാക്കിയത് സ്മിജിയെയാണ്. ഓ എത്ര മനോഹരം എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് കരുനാഗപ്പള്ളിയിലെ സ്ഥിതി. കോർപ്പറേഷനുകളുടെ കണക്കെടുത്ത് നോക്കൂ. ആകെയുള്ള ജയശങ്കർ വക്കീലിനെ എപ്പോഴും പിടിച്ചു വാങ്ങുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിഭാഗത്തിന് കിട്ടിയ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഒറ്റയൊരെണ്ണമാണ് കൊല്ലത്ത്. അതും പാറക്കല്ല് പർവ്വതം ഇടിഞ്ഞ് അതിൻ്റെ അടിയിൽ നിന്ന് അരുവി ഉത്ഭവിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാത്ത മനുഷ്യരായിരിക്കും മഹാഭൂരിപക്ഷവും. എന്നാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് സമാനമാണ് കൊല്ലം കോർപ്പറേഷനിൽ നടന്നത്. അവിടെ ഹഫീസ് ചെയർമാനായി. ഇനി ജയശങ്കർ വക്കീൽ അദ്ദേഹം സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള സ്ഥിതി ഒന്ന് നോക്കൂ. ജില്ലാ പഞ്ചായത്തുകളെ ഇവർ നയിക്കും എന്ന് പറയുന്നൊരു കാർഡുണ്ട്. തിരുവനന്തപുരം പ്രിയദർശിനി, കൊല്ലം ആർ ലതാദേവി, പത്തനംതിട്ട ദീനാമ റോയ്, ആലപ്പുഴ എ മഹേന്ദ്രൻ, തൃശ്ശൂർ മേരി തോമസ്, എറണാകുളം കെ ജി രാധാകൃഷ്ണൻ, ഇടുക്കി പ്രൊഫസർ ഷീല സ്റ്റീഫൻ, കോട്ടയം ജോഷി ഫിലിപ്പ്, പാലക്കാട് ടി എം ശശി, മലപ്പുറം പി എം ജബ്ബാർ ഹാജി, കോഴിക്കോട് മില്ലി മോഹൻ, വയനാടിൽ ചന്ദ്രികാ കൃഷ്ണൻ, കാസർഗോഡ് സാബു എബ്രഹാം, കണ്ണൂർ ബിനോയ് കുര്യൻ. ഇങ്ങനെയൊക്കെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ. അപ്പം ചോദിക്കും കേരളത്തിലെ മുനിസിപ്പാലിറ്റിയുടെ കണക്കെടുത്തില്ലേ എന്ന്. അത് ഞാൻ എടുത്തു. വായിച്ചാൽ ഒത്തിരി നേരം എടുക്കും. അതിൽ 18-19 പേരുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ, 89 പേരിൽ. ബാക്കി മുഴുവനും മറ്റിതര സമുദായത്തിൽപ്പെട്ടവരാണ്. ഞാനിത് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിലെ വർഗീയ ചുവ നൽകി വെള്ളാപ്പള്ളിയെ സാധൂകരിക്കുന്നത് കൊണ്ടാണ്. ഓരോ സ്ഥലത്തും ഇത്തരം തിരഞ്ഞെടുക്കലുകൾ നടത്തുമ്പോൾ സീനിയോറിറ്റി, പാർട്ടി സ്ഥാനം, പൊതു അംഗീകാരം, ഇതൊക്കെ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ പരിഗണിച്ചാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും തിരഞ്ഞെടുക്കുക. ചിലയിടത്തൊക്കെ സംവരണമാണ്. അവിടെ അതിൽ കഴിവുള്ളവരെ മാത്രമേ പറ്റുള്ളൂ. മറ്റ് ചിലയിടത്ത് മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. ഇങ്ങനെയാണ് കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവിടെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞല്ലോ ഏക മുനിസിപ്പാലിറ്റി ഉള്ള ആലുവയിലെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ അവിടെ അതിന് നേതൃത്വം നൽകാൻ പറ്റിയ ആളിനെ ആയിരിക്കും തീരുമാനിക്കുക. ചിലയിടങ്ങളിൽ ടേം വ്യവസ്ഥ വെക്കും. എൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ് ചവറ മണ്ഡലം. ചവറ മണ്ഡലത്തിൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഗണ്യമായ സാന്നിധ്യമുണ്ട്. പക്ഷേ അവിടെ ഒറ്റ ഗ്രാമപഞ്ചായത്തിലും ഒരു മുസ്ലിം പഞ്ചായത്ത് പ്രസിഡൻ്റില്ല. ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട് ടേം വ്യവസ്ഥയിൽ 2.5 വർഷമെന്നോ 3 വർഷമെന്നോ ഒക്കെ പറഞ്ഞിട്ട്. അതിനേക്കാൾ കൂടുതൽ അവിടെ അർഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ നേതാക്കളായി വരുന്ന ആളുകൾ, അവരുടെ സീനിയോറിറ്റി ഇതൊക്കെ പരിഗണിച്ചായിരിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് കായംകുളവും കുന്നത്തൂരും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഉണ്ടാകുന്നത്. അപ്പം സവിശേഷമായി ഈ ആലുവയിലെ കാര്യം മാത്രം പറഞ്ഞ് വെള്ളാപ്പള്ളിയെ സാധൂകരിക്കാൻ വേണ്ടിയുള്ള ആ ശ്രമം കണ്ടപ്പോൾ പണ്ട് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ എൻ രാജൻ ബാബു സാറ് പറഞ്ഞൊരു കഥയെ ഓർത്തുപോയി. ഒരു സായിപ്പ് ഇംഗ്ലീഷ് പ്രസംഗം നടത്തി. തൊട്ടടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേറൊരാളിനെ പിടിച്ചങ്ങ് നിർത്തി. പുള്ളി ഇത്തിരി ഇംഗ്ലീഷ് അറിയാവുന്ന ആളാന്നൊക്കെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ
ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായി സായിപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേഷൻ കിട്ടാതെ വന്നപ്പോൾ സായിപ്പ് പറഞ്ഞത് എന്തെന്നാൽ ആകാശവും ഭൂമിയുമൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒട്ടും ചേരാത്ത ഒരു പ്രദേശത്തെ ചെറിയ ഒരു സംഗതി എടുത്ത് അത് വെച്ച് വെള്ളാപ്പള്ളി നടന്നു പറയുന്ന വർഗീയ വിദ്വേഷത്തെ ന്യായീകരിച്ചു കൊടുക്കുന്നത് വ്യക്തിപരമായ ഇഷ്ടം കൊണ്ടല്ല എന്നുള്ളത് ഉറപ്പാണ്. LDFിനോടുള്ള ഇഷ്ടം കൊണ്ടുമല്ല. മറിച്ച് ജയശങ്കർ വക്കീലിനറിയാം, ധ്രുവീകരണം നന്നായി നടന്നാൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൊടിയ ശത്രുവായ ഇടതുമുന്നണിക്കോ അല്പശത്രുവായ UDFിനോ അല്ലെന്ന്. അതുകൊണ്ടാണ് ആ ഉദാഹരണമെടുത്ത് അദ്ദേഹം പ്രയോഗിച്ചത്. അതിൽ ഒരു വാസ്തവമില്ലെന്നുള്ളതാണ് അതിൻ്റെ പൊതുവീക്ഷണം.